ഡിബേറ്റ് വിത്ത് മാധു സജി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവരെ? അവർക്ക് ഒരേ മുഖമൊന്നുമല്ല, പേരുകളുമല്ല. പല കാലങ്ങളിൽ പലയിടങ്ങളിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വണ്ടി കയറുന്ന ചില മനുഷ്യർ. ഒരേ ഭാവമാണ്. പരാജയപ്പെട്ടവന്റെ താഴ്ന്ന തലകൾ. നിലത്ത് കിടന്നുരുണ്ടും കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചും മുടി മുറിച്ചു കളഞ്ഞും ചോര കൊണ്ട് ചുവരെഴുതിയും അവർ ഞങ്ങളെ നോക്കൂ, ഞങ്ങളെ കാണൂ എന്ന് വിളിച്ചു പറയും. നമ്മൾ അവരെ കാണും, കണ്ടുകൊണ്ടിരിക്കും, പിന്നെയും കാണും. കണ്ണുനീരോടെ ഒന്നും നേടാതെ അവർ പിരിഞ്ഞു പോകുന്നത്. അങ്ങനെ പലതും കണ്ട നമ്മൾ ഇന്ന് മണ്ണുവാരി തിന്നുന്ന മനുഷ്യരെയും കണ്ടു. അധ്യാപക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരാണ്. ഓരോ ക്ലാസ്സിലും മിടുക്കോടെ പഠിച്ചവർ 15 മാസമായി നിയമനം കാത്തിരിക്കുകയാണ്. 5 ജില്ലകളിൽ 1ാം റാങ്ക് നേടിയവർ പോലും നിയമനമില്ലാതെ പെരുവഴിയിലാണ്. പോയ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. ഈ സർക്കാരിനും ഇന്നേ വരെ അനക്കമില്ല. മണ്ണുവാരി തിന്നണോ എന്നതാണ് ചോദ്യം. നമ്മളോടൊപ്പം ചർച്ചയിൽ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രതിനിധി വളർമതി എസ്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടിയിൽ നിന്ന്. ആദ്യം ഞാൻ ശ്രീ വളർമതിയിലേക്കാണ് പോകുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരം LPST റാങ്ക് ഹോൾഡേഴ്സ് അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. 5 ജില്ലകളിൽ 1ാം റാങ്ക് കിട്ടിയ ആളുകൾക്ക് പോലും നിയമനമില്ല എന്നതാണ് പ്രശ്നം. അതിനൊരു പരിഹാരം ഉണ്ടാകും ഈ സമരങ്ങൾ കൊണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സമരമല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് സമരത്തിലോട്ട് ഇറങ്ങിയത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ സമരം നടത്തിയിരുന്നു. ആ സമയത്ത് പ്രതിപക്ഷം ആയിരുന്ന ഇന്നത്തെ ഭരണപക്ഷം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. പ്രത്യേകിച്ചും KC വേണുഗോപാലെ പോലെ പ്രഗത്ഭരായ ആളുകൾ, അതുപോലെ അനൂപ് ജേക്കബ് സാറ്, അതുപോലെ KPSTയുടെ പ്രസിഡന്റ് അരവിന്ദൻ മാഷ് തുടങ്ങി ഒരുപാട് പ്രമുഖർ, ഇന്ന് UDFൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മളെ അനുഭാവപൂർവ്വം കാണുകയും അതിനകത്ത് ഇടപെടാമെന്നും വരുന്ന സർക്കാർ നമ്മുടേതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് എത്രത്തോളം പാലിക്കപ്പെടുന്നു എന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ ഈ സമരമുഖത്ത് എത്തേണ്ട ഒരു അവസ്ഥ വരെ വളരെ പരിതാപപൂർണമായിട്ട് പറയുകയാണ്. കാരണം ഇപ്പോഴത്തെ സർക്കാർ വന്ന് ഒരു 40-45 ദിവസം പിന്നിടുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളെ സമരവേദിയിൽ എത്തിപ്പെട്ടു എന്നുള്ളത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 2ാമത്തെ വർഷമാണ്, 2ാമത്തെ അധ്യയന വർഷം. ഞങ്ങളുടെ നിയമനം ലഭിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. കുട്ടികളുടെ തലയെണ്ണൽ ജൂൺ 6th വർക്കിംഗ് ഡേ പൂർത്തിയാവുകയും തുടർന്ന് ജൂലൈ 15-ന് അതിനനുസരിച്ചുള്ള അധ്യാപകരെ നിലനിർത്തുകയും മറ്റുള്ളവരെ പുറത്താക്കുകയും ചെയ്യുന്നു. അതായത് ഒരു 30 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് റേഷ്യോ കണക്കാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകർ പുറത്താവുന്നത്. അങ്ങനെ ഒരു സ്റ്റാഫ് ഫിക്സേഷൻ വരികയാണെങ്കിൽ പുറത്താക്കപ്പെടുന്ന അധ്യാപകർ തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ട റിട്ടയർമെൻറ്റ് ഒഴിവുകളിലേക്കും അതേപോലെ മറ്റ് ഫ്രഷ് വാക്കൻസിയിലേക്കും ഫില്ല് ചെയ്യപ്പെടുകയും നമ്മൾ പുറത്ത് തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ തുടരുകയും ചെയ്യും. അതുകൊണ്ട് അതിനു മുന്നേ യഥാർത്ഥത്തിൽ 3 വർഷമാണ് അതിലൊരു 1.5 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. സ്റ്റാഫ് ഫിക്സേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അധ്യയന വർഷം കൂടി നഷ്ടപ്പെടും. ഉറപ്പായിട്ടും ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ സമരവേദിയിലേക്ക് എത്തിയത്. പക്ഷേ ശ്രീമതി വളർമതി, ഇപ്പം മണ്ണ് വാരി തിന്നുക, കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുക, മുഖത്ത് കരി എഴുതിക്കൊണ്ട് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു സ്വയം പീഡനം കൂടിയാണ്. സർക്കാർ ഇപ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ പ്രതിഷേധിക്കുക എന്നതിനപ്പുറത്ത് ആ നിലയിലേക്ക് പോകുന്നത് എന്തിനാണ്? പോകേണ്ടുന്ന ഗതികേടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. എന്നിരുന്നാൽ പോലും അത് ആരോഗ്യകരമാണോ? ശരിക്കും ഞങ്ങൾ മാതൃകാപരമായിട്ടുള്ള ഒരു സമരമുറ തന്നെയാണ് ഇതുവരെ നടത്തി വന്നത്. ഇപ്പം നമ്മളെ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായി നമ്മളെ തളർത്തുന്ന, നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു പോകുന്ന മറ്റു പലരെയും മാനസികമായി തളർത്തിയിട്ടുള്ള ഒരു സമീപനമാണ് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ
ഇതിൽ ഈ സമരമുഖത്ത് ഇറങ്ങി സർക്കാരിന് നമ്മുടെ പ്രതിസന്ധി എന്താണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. അത് ശരിയാക്കാം എന്ന് പറയുമ്പോൾ സർക്കാർ പറയുകയാണ്, ഇപ്പം CM-ഉം അതുപോലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഒക്കെ പറയുകയാണ്, നമ്മൾ കാണുന്നവരൊക്കെ പറയുകയാണ് ശരിയാക്കാം. എന്ത് ശരിയാക്കും, ഇതിനൊരു റെസൊല്യൂഷൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി, കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുന്നില്ല. നമ്മൾ തന്നെ വ്യക്തമായിട്ട് ഈ പറയുന്ന അധ്യാപകർ എത്ര പേര് കൊഴിഞ്ഞു പോകും എന്നുള്ള ഒരു ഡാറ്റ വരെ നമ്മുടെ കയ്യിലുണ്ട് ഓരോ ജില്ലയിലും. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, മനുഷ്യൻ മണ്ണ് വാരി തിന്നുക എന്ന് പറഞ്ഞാൽ അത് അവനവൻ്റെ ഗതികേടിൻ്റെ നെല്ലിപ്പലകയുടെ അങ്ങേയറ്റം കാണുന്ന സമയത്താണ്. അത് ഒരു സമരമാർഗം എന്ന നിലയ്ക്ക് പോലും കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അത്രമേൽ അവസ്ഥയിലാണ് നമ്മൾ അവിടുന്ന് ഓരോ ആളുകളോടും റിപ്പോർട്ടർമാരൊക്കെ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു സാഹചര്യമുണ്ട്. പലർക്കും ഇത് അവസാന പ്രതീക്ഷ കൂടിയാണ്. അവരോടാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരുന്നത്, KC വേണുഗോപാൽ അടക്കം പറഞ്ഞിരുന്നത്, ഇതിനൊരു പരിഹാരമുണ്ടാകും, ഞങ്ങൾ വന്നാൽ മാറ്റമുണ്ടാകും എന്ന്. പറഞ്ഞ വാക്കു പാലിക്കാൻ വേണ്ടി അധികാരത്തിൽ വന്നവരാണ് കോൺഗ്രസ്സുകാർ എന്നാണ് നേതാക്കളൊക്കെ അഭിമാനപൂർവ്വം കൊട്ടിഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് പാലിക്കപ്പെടാതെ പോകുന്നത്? മധു, ഞാൻ തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ നീതിബോധത്തെ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട വളർമതി അവരുടെ ആർഗ്യുമെൻറ്റും അതിനെ അതേ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ എനിക്കൊരു കാര്യം, ഇത് 2 വർഷമായിട്ട് വന്ന ഒരു റാങ്ക് ലിസ്റ്റാണ്. 40 ദിവസമായുള്ള UDF സർക്കാരിന്. നമ്മൾ ഈ സർക്കാരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള രീതിയിൽ കോർണർ ചെയ്യപ്പെടുന്ന ഒരു ആക്ഷേപം വന്നുകൂടാ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ PSCയിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചിട്ട് വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണ്. എല്ലാ വകുപ്പിലും, കേരളത്തിലെ സകല സർക്കാർ വകുപ്പുകളിലും കഴിഞ്ഞ 10 വർഷക്കാലം ഇതുപോലെയുള്ള തോന്നിവാസങ്ങളും ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഏതാദ്യം ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ സർക്കാരിൻ്റെ മുമ്പിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏതിലാദ്യം തൊടുമെന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് തന്നെ 2 വർഷമായി. ആ 2 വർഷമായ റാങ്ക് ലിസ്റ്റ് ഇത് ഇപ്പോൾ ഇവർ മണ്ണ് വാരിത്തിൻ്റെന്നല്ല, സമരത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഏത് സമരമാർഗ്ഗം അവലംബിക്കാം. പക്ഷേ നമുക്കിത് കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. അപ്പോൾ UDF നേതൃത്വം നൽകുന്ന സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് ഇവർക്ക് ജോലി കൊടുക്കാതെ അവരെ ധാർഷ്ട്യത്തോടെ തിട്ടൂരത്തോടെ ഓടിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ ഒരു രീതിയല്ല. പക്ഷേ ഇതിനു മുമ്പ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലത്ത് കിടന്നുരുണ്ട് സമരം ചെയ്തിട്ടുണ്ട്. കയ്യിൽ കർപ്പൂരം കത്തിച്ച്, കയ്യിലെ ചോര കൊണ്ട് പോസ്റ്റർ എഴുതി, കല്ലുപ്പിൽ മുട്ടുകുത്തി, ഒലിപ്പിച്ച്, കരഞ്ഞ്, മഴ നനഞ്ഞ് ഒക്കെ സമരം ചെയ്തത് നമ്മൾ കണ്ടു. ആ സമരം ചെയ്തപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കാത്ത ഒരു സർക്കാർ, അനുഭാവപൂർവ്വം അവരെ പരിഗണിക്കാതിരുന്ന ഒരു സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 40 ദിവസത്തിനുള്ളിൽ ഇവരുടെ പരാതിക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയിലേക്കും മന്ത്രിമാരിലേക്കും എത്തി എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ഈ പറയുന്ന 40 ദിവസം കൊണ്ട് ഈ സർക്കാരിന്റെ പ്രശ്നം ഇവരാണ് ഉത്തരവാദി എന്ന നിലയ്ക്ക് ഇത് കാണുന്നില്ല. ഇതിപ്പോൾ CPM-ന്റെ പ്രതിനിധിയിലേക്കാണ് ആദ്യം പോകാമെന്ന് വിചാരിച്ച അദ്ദേഹം എത്തുന്നതേയുള്ളൂ. 40 ദിവസമാണ് നിങ്ങൾക്ക് കിട്ടിയത്, ശരിയാണ്. ഏതാദ്യം എന്നൊരു പ്രതിസന്ധിയില്ല. ഓരോന്നിനും ഓരോ വകുപ്പുകളാണ് ഉള്ളത്, ഓരോ മന്ത്രിമാരും അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളുമൊക്കെയാണ്. പിന്നെ ആവശ്യത്തിന് സ്റ്റാഫ് വന്നിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണെന്ന ചോദ്യം അങ്ങടക്കം അങ്ങയുടെ സർക്കാരിൽ, അങ്ങയുടെ പാർട്ടിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഡോക്ടർ ജിൻഡോ ജോൺ, ശരിയാണ്, പോയ സർക്കാർ ചെയ്തില്ല. അത് പോയ സർക്കാരിന്റെ കെടുകാര്യസ്ഥത. 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു ലിസ്റ്റ്. അതിൽ 1 വർഷവും 1 മാസവുമെങ്കിലും ആ സർക്കാരിന്റെ അധികാരത്തിലിരുന്ന സമയമാണ്. പോയ മാർച്ചിൽ അവരവിടെ സമരത്തിന് വന്നിരുന്നിട്ടുണ്ട്, അവരവിടെ മുട്ടുകുത്തിയിരുന്ന് സമരം നടത്തിയിട്ടുണ്ട്. ശരി, അന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ മാറുമെന്ന്. മാറണ്ടേ? തീർച്ചയായിട്ടും അത് ചോദിച്ചത് ശരിയാണ്, അതിലൊന്നൊരു തർക്കമില്ല. ഞാനൊരു കാര്യം അതിനോട് ചോദിക്കട്ടെ. ജൂൺ 30 ക്യാബിനറ്റ് മീറ്റിംഗിൻ്റെ തീരുമാനപ്രകാരം ജൂലൈ 1 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സകല സർക്കാർ വകുപ്പുകൾക്കും സർക്കുലർ അയച്ചിരിക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലും റിപ്പോർട്ട് ചെയ്യണമെന്ന്. അതിൽ എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പരിശോധിക്കണം. കേരളത്തിലെ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഇത്തരം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ അവരാരൊക്കെയാണെന്ന് പൊതുവിചാരണ ചെയ്യപ്പെടട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സകല സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഒത്താശ പറയലൊന്നും കോൺഗ്രസിൻ്റെ നിലപാടല്ല. ഈ റിപ്പോർട്ട് ചെയ്യാനായിട്ട്, വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത് ആരാണ്? എന്തിനാണ് കരാർ നിയമനങ്ങൾ നടത്തുന്നത്? കരാർ നിയമനത്തിലുള്ള ആളുകളെ ഈ തീറ്റിപ്പൊറ്റുന്നതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇനി ഇതിനെല്ലാം നിയമനം നൽകേണ്ടതും മറ്റ് ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി നിയമനം നൽകേണ്ടതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ചുമതലപ്പെട്ട PSCയിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പെങ്ങാനും ഉണ്ടായിട്ടുണ്ടോ? കേട്ടുകേൾവിയുണ്ടോ? ഇപ്പോൾ PSCയുടെ പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സർക്കാരുമായി ഒത്തുപോകാത്ത PSC ചെയർമാനും PSC അംഗങ്ങളും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നിയമപരമായി ചില പ്രശ്നങ്ങളും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചില പരിമിതികൾ വരുന്നത് അവിടെയാണ്. അപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞാൽ അത് VD സതീശൻ നേതൃത്വം നടക്കുന്ന മന്ത്രിസഭ മാത്രമല്ല, ആ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം കൂടി കൂടിച്ചേരുന്നതാണ്. അവിടെയാണ് ഇതിൻ്റെ പുഴുക്കുത്തുകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD
സതീശനോ മറ്റേതെങ്കിലും വകുപ്പ് മന്ത്രിമാർക്കോ ഈ പറഞ്ഞ അധ്യാപക ലിസ്റ്റിൽപ്പെട്ടവരോ മറ്റ് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്കോ നിയമനം കൊടുക്കണ്ട എന്നായിരിക്കില്ല തീരുമാനം. അങ്ങനെയല്ല തീരുമാനം, കൊടുക്കണമെന്ന് തന്നെയാണ്. അത് ആത്മാർത്ഥതയോടെ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഒറ്റ കാര്യം കൂടി. അതായത് ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പൊ നാളെ 15-ാം തീയതി സ്റ്റാഫ് ഫിക്സേഷൻ വരികയാണ്. സ്റ്റാഫ് ഫിക്സേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അവർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നവർക്ക് ഇവരുടെ അവസരങ്ങളാണ് ലഭ്യമാവുക എന്നുള്ളതാണ് പ്രശ്നം. അതിനുശേഷം കോൺഗ്രസ് സർക്കാരിന്റെ ചട്ടം ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ പഠിപ്പിച്ചു വരുമ്പോഴത്തേക്കും അവർക്കൊരു അധ്യയന വർഷം നഷ്ടമാകും. അല്ല മാധു, ഇതിൽ സർക്കാർ പരിപാടികളിൽ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് കുറേ ഉണ്ടല്ലോ. ഇത് വ്യക്തിപരമായിട്ട് ഒരാൾക്ക് എഴുതി കൊടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രി എഴുതി കൊടുത്ത് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ കാര്യമല്ലല്ലോ. ഇത് സ്പെഷ്യൽ കേസുകളല്ലല്ലോ, ഒരാളുടെ കാര്യം മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടല്ലല്ലോ നമ്മൾ ഇതിനെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് നിയമനം കൊടുക്കുമ്പോൾ അതിൻ്റെതായ പ്രൊസീജിയേഴ്സിലൂടെ തന്നെയാണ് പോകേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ ആശങ്ക നമുക്ക് മനസ്സിലാവും. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം വാലിഡാണ്, സങ്കടങ്ങളും വാലിഡാണ്. പക്ഷേ അതിന് സർക്കാരിൻ്റെ ചില സംവിധാനങ്ങളിലൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കുറേ കറക്ഷൻസ് വേണ്ടി വരുന്നു. ആ കറക്ഷൻസിന് വേണ്ടിയിട്ടുള്ള സമയം കൂടിയാണ് ഈ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ 40 ദിവസത്തിന് മാത്രം ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നത്, ഇത് ഒറ്റയ്ക്ക് ഈ 39 ദിവസം ബാക്കിൽ നിന്ന് തുടങ്ങുന്നതല്ല. അതിനു മുമ്പേ ഇതിൽ കുറെ കുഴപ്പങ്ങളുണ്ട്. ഇത് കറക്റ്റ് ചെയ്താണ് ഈ അപ്പോയിന്റ്മെന്റ്സിലേക്ക് എത്തേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഞാൻ മറ്റതിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡോക്ടർ ജിൻഡോ ജോൺ ഇതൊരു ക്ലാരിറ്റി വേണ്ടത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഈ കാര്യത്തിൽ സർക്കാരിന് പെട്ടെന്ന് ഒരു നിലപാടും എടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നതാണോ? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇക്കാര്യത്തിൽ എന്നല്ല. ഇപ്പൊ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോ വിവാദങ്ങളിൽ ഇപ്പൊ KIS പരീക്ഷയുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, പറയും. ഡോക്ടർ ജിൻഡോ ജോൺ ഞാൻ ചോദിച്ചതാണ്, ഈ LPST ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നതാണ്. അങ്ങേക്ക് ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ വ്യക്തിപരമായി ധാരണയുള്ള ഒരാളായതുകൊണ്ട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകും അത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലാകും. നമ്മൾക്ക് സാഹചര്യങ്ങളും അറിയാം. പക്ഷേ ഈ ഒരു കാര്യം മാത്രമായിട്ടല്ലല്ലോ ചെയ്യാൻ പറ്റുക. PSC നിയമനങ്ങൾ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തീരാൻ പോകുന്ന നിരവധി റാങ്ക് ലിസ്റ്റുകളുണ്ട്. ഇതെല്ലാം എടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എടുത്ത് നടപ്പാക്കപ്പെടേണ്ടത് ഒരു റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരോട് മാത്രമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അനിയന്ത്രിതമായിട്ട് ഇത് വൈകുമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് നീതി കിട്ടില്ല എന്നല്ല പറയാം. ഇവർക്ക് തീർച്ചയായിട്ടും നീതി കിട്ടും. ആ നീതി ഉറപ്പാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഓരോ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് വൈകുന്നത് മനഃപൂർവ്വമായിട്ട് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മനഃപൂർവ്വമായ വീഴ്ചയുടെ ഭാഗമല്ല. നിലവിൽ സംഭവിച്ചിട്ടുള്ള കുറേ ക്രമക്കേടുകളെ തിരുത്തേണ്ടി വരുന്ന സമയക്രമമാണ് ഇതിൽ ഉണ്ടാകുന്ന വൈകൽ. ശരി, ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് KR അനിൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. അദ്ദേഹം അല്പസമയത്തിനകം എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, സർക്കാർ പരിപാടികൾ അത് ഇപ്പോൾ ഉണ്ടാകുന്ന സർക്കാരാണെങ്കിലും നേരത്തെ ഉണ്ടായ സർക്കാരുകളാണെങ്കിലും ഒക്കെ നട്ടുഭാഷയിൽ പറയാറുണ്ട് അത് ചട്ടപ്പടിയാണ് നടക്കുക എന്നുള്ളത്. പക്ഷേ ആ ചട്ടപ്പടി നടക്കുന്നതിന് മുന്നിൽ ഇരയാകുന്ന കുറേ മനുഷ്യർ കൂടിയുണ്ട്. ഈ ലിസ്റ്റ് ഏതാണ്ട് 1.5 വർഷമായി നിലവിലുള്ള ലിസ്റ്റാണ്. അതിൽ നിയമനം എന്ന് പറയുന്നത് 8 മാസം മുമ്പ് 2% മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നാമമാത്രമായ നിയമനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. കാസർഗോഡ് അടക്കം 5 ജില്ലകളിൽ ഏറ്റവും മുന്നിലുള്ള ആളുകൾക്ക് പോലും നിയമനം കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ പരീക്ഷ നടത്തുന്നത്? ഓരോ ലിസ്റ്റും ഉണ്ടാവുക, അതിൻ്റെ കാലപരിധി പൂർത്തിയാവുക, നിയമനം നടത്താതെ പോവുക എന്നത് കുറെ കാലമായി തുടർന്നു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തിനാണ് രാജ്യത്തെ എണ്ണം പറഞ്ഞ പൊന്തോലുകൾ എണ്ണിവെക്കാൻ തലയിൽ വലിപ്പം തികയാത്തൊരു PSC സംവിധാനം നമുക്ക്? അതെ, ഒന്നാമത് തന്നെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, റിപ്പോർട്ടടക്കമുള്ള സകല മാധ്യമങ്ങളും ഈ PSC വിഷയം ഇങ്ങനെ ലൈവായി നിർത്തുന്നതിൽ ഒരുപാട് PSC പരീക്ഷ എഴുതുന്ന സുഹൃത്തുക്കൾ ഒക്കെയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊരു സോഷ്യൽ നാച്ചുറൽ ജസ്റ്റിസിൻ്റെയും എന്താ പറയുക, നമ്മുടെ ഒരു പൊതു സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനത്തിന് വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്ന എല്ലാ മാധ്യമങ്ങൾക്കും, റിപ്പോർട്ടടക്കമുള്ള സകല മാധ്യമങ്ങൾക്കും ഞാൻ വ്യക്തിപരമായി നന്ദി പറയാൻ കൂടി ഈ തുടക്കം ആഗ്രഹിക്കുകയാണ്. മാധു ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ റിപ്പോർട്ടർ ചർച്ചയ്ക്ക് ഇരുന്ന് പുറത്തിറങ്ങിയ സമയത്ത് കുറേ കോൾസ് എനിക്ക് വരികയാണ്. എത്രയോ റാങ്ക് ലിസ്റ്റുകളാണ് 5-6 വർഷം. അതായത് ഒരു പരീക്ഷ എഴുതുന്നു, അതിൻ്റെ ഇൻ്റർവ്യൂ റാങ്ക് ലിസ്റ്റ് വരുന്നു, അതിനുശേഷം ഇൻ്റർവ്യൂ വരുന്നു, അതിനുശേഷം നിയമനം വരുമ്പോഴത്തേന് അവരുടെ PSCയുടെ പ്രായപരിധി കഴിയുകയാണ്. ഇത് കിട്ടുമെന്ന് കാത്തിരിക്കും. കാരണം അത്ര കോൺഫിഡൻസ് അല്ലേ പഠിച്ചെഴുതുന്ന ഒരു വ്യക്തിക്ക്. പക്ഷേ ലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ
കാലാവധി കഴിയുന്നു, പിന്നീട് അവർക്കൊരു സ്വകാര്യ സ്ഥാപനത്തിൽ പോലും ജോലിക്ക് പോകാൻ കഴിയാതെ നാട് വിട്ടു പോകുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. ഒരുപാട് ലിസ്റ്റുകളെ പറ്റിയുണ്ട്. പിന്നെ മാത്രമല്ല, ഇന്നത്തെ ഡിബേറ്റിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്താ, മണ്ണ് വാരി തിന്നണോ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ എന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ ഓർത്തുപോയൊരു വിഷയം അതാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉടനെ ഇടപെട്ട് ഇത് വിഷയം പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് ഉടനെ ജോലി കൊടുക്കുകയോ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു നീതിയുണ്ട്. ആ നീതി എന്ന് മുതലാണ് നടപ്പിലാകാൻ കഴിയാതെ പോയതിന് ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതായത് 2025 ഏപ്രിൽ 2 തീയതി മുതൽ നമുക്കറിയാം, അന്ന് ആശാ വർക്കേഴ്സിൻ്റെ സമരം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിന് തൊട്ടപ്പുറത്ത് ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നതിൽ ഒരു 50 മീറ്റർ മാറി കാറ്റഗറി നമ്പർ 595/2022 എന്ന് പറയുന്ന കേരളത്തിലെ വനിതാ പോലീസുകാർ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട്, അതായത് റാങ്ക് ലിസ്റ്റിലുള്ള 575 പേർക്കൊണ്ട് നിയമനം കിട്ടുന്നില്ല, എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനിലും ഒഴിവുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പെൺകുട്ടികൾ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിന്റെ തൊട്ടപ്പുറത്ത് മാറി സമരം ചെയ്തു. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ അതേപോലുള്ള സമരമായിരുന്നു. അവരെങ്ങനെയാ സമരം ചെയ്തത്? ഭിക്ഷ എടുത്ത് സമരം ചെയ്തു. അവര് മാസ്ക് ഇട്ട് സമരം ചെയ്തു. അന്ന് ഞാൻ ആ സമരപ്പന്തലിൽ പോയൊരു വ്യക്തിയാണ്. അവിടെ ചെന്ന സമയത്ത് ഒരു പെൺകുട്ടി പറഞ്ഞ ഡയലോഗ് സത്യത്തിൽ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. ഞാൻ ആ കുട്ടിയുമായിട്ട് എന്നെ ഇന്ന് റിപ്പോർട്ടറിൽ ഞാൻ ഒന്നുകൂടെ സംസാരിച്ചു. ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെയാണ്, ജോലി കിട്ടിയോ? ഇല്ല. ഞാൻ പറഞ്ഞു, അന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡേറ്റ നൽകാൻ സാധിക്കുമോ? അപ്പോൾ എന്നോട് ആ പെൺകുട്ടി പറഞ്ഞ ആദ്യത്തെ കാര്യം, സാറേ, ഞങ്ങൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട്, ആ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെ ഡിലീറ്റ് ചെയ്തു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൊടുത്ത RTA ബന്ധപ്പെട്ട രേഖകൾ കത്തിച്ചു കളഞ്ഞു. ട്രൈ ചെയ്യുകയാണ് മറ്റു ജോലിക്ക് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്നൊരു പെൺകുട്ടി പറഞ്ഞ വർത്തമാനം എനിക്ക് ആ കുട്ടി വാട്സപ്പിൽ അയച്ചു തന്നു. അതിലിങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ പരീക്ഷ എഴുതാൻ പഠിച്ചു, പക്ഷേ സമരം ചെയ്യാൻ പഠിച്ചില്ല. ഞാൻ അന്ന് അവിടെ ചെന്ന സമയത്ത് ആ പെൺകുട്ടിയോട്, നിങ്ങൾ എന്തിനീ മാസ്ക് ഇട്ട് സമരം ചെയ്യുക? അത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുഭാവമുള്ള ചില മാധ്യമങ്ങൾ, ഇവർക്ക് ഭയമാണ് സമരം ചെയ്യാമെന്ന് പറഞ്ഞവരെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിച്ചപ്പോൾ ആ പെൺകുട്ടി പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞെന്താ അറിയാമോ? ഞങ്ങൾ സമരം ചെയ്യാൻ വരുന്നത് കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നുമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിനറിയാം സമരം ചെയ്യാൻ വന്നത്, പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ റോഡിൽ ഇരുന്ന് സമരം ചെയ്യുന്നത് കണ്ടാൽ വിഷമിക്കും എന്ന് പറഞ്ഞു. ഞാനിത് കള്ളവല്ല പറയുന്നത്. അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ എല്ലാ ചാനലും എടുത്തിട്ടുണ്ട്. നോക്കൂ, അവര് റോഡിലിറങ്ങി സമരം ചെയ്യാൻ, തൊട്ടപ്പുറത്ത് ആശാവർക്കേഴ്സ് സമരം നടക്കുക. ആശാവർക്കേഴ്സ് സമരം നടക്കുന്ന സമയത്ത്, മഴ പെയ്ത സമയത്ത്, അതായത് അവർ ടാർപ്പ വലിച്ചു കെട്ടാൻ പോയ സമയത്ത് പോലീസ് കേസെടുക്കുമെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടികളോട് പറഞ്ഞു, റോഡിറങ്ങി സമരം ചെയ്താൽ കേസാവുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ റോഡിറങ്ങി സമരം ചെയ്യാത്തത്? അപ്പം എന്നോട് പറഞ്ഞത്, സാറേ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജോലി കിട്ടിയാൽ പോലീസ് കേസായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടേ? അപ്പം സമരം പഠിക്കാൻ പഠിച്ചു, പരീക്ഷ എഴുതാൻ പഠിച്ചു, സമരം ചെയ്യാൻ പഠിച്ചില്ല. ഇനി സമരം ചെയ്യാൻ പോയാലോ? ഏതെങ്കിലും കാരണവശാൽ ജോലി കിട്ടിയാൽ. നോക്കൂ, നമുക്കറിയാം, ഞാൻ PSC ഒന്നടങ്കം ആക്ഷേപിക്കാൻ ഒന്നും തയ്യാറല്ല. പക്ഷേ അവിടെ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഒരു മന്ത്രിമാരും ആ പെൺകുട്ടികളെ, ഇവരുടെയൊക്കെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ. വീണ വിജയൻ്റെ പ്രായമല്ലേ ഉള്ളൂ ഈ പറയുന്ന പരീക്ഷ എഴുതുന്ന പിണറായി വിജയൻ്റെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ ഈ കുട്ടികൾക്കും. ആ പന്തലിൽ ചെന്ന് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരെ ഇങ്ങനെ ഒന്ന് വട്ടം ചുറ്റി ഒന്ന് പിടിക്കാൻ ഞങ്ങളുണ്ട്, പരിഹരിക്കാം, ഞങ്ങളിത് പഠിക്കാം എന്ന് പറയാൻ പോലും ആ പെൺകുട്ടി പറഞ്ഞ ഇൻ്റർവ്യൂ ഉണ്ട്. ഈ നാട്ടിൽ റോഡ് പണിയുന്നതോ ഈ നാട്ടിൽ ബിൽഡിംഗ് പണിയുന്നതോ അല്ല സാറേ വികസനം, ഞങ്ങളെപ്പോലെ സാധാരണക്കാരെ ഒന്ന് വന്ന് കാണുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, ഇന്നും അതല്ലേ വിഷയം. ഇത്രയും ദിവസമായി ഒരാളും അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഞാൻ ആദ്യഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ നാട്ടിലെ മനുഷ്യർ സമരം എന്ത് വിഷയത്തിൽ സമരം ചെയ്തോട്ടെ, ആ സമരം ചെയ്യുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളത് അതീവ ദുഃഖകരമാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം, PSCയുമായി ബന്ധപ്പെട്ട് മാധു ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് മാത്രമാണോ പേപ്പർ ചോർച്ച, സ്വജനപക്ഷപാതം, അതായത് ഇൻ്റർവ്യൂവിൽ മാർക്ക് ദാനം കൊടുക്കുന്നു? ഇതെവിടുന്നാണ് തുടങ്ങുന്നത്? കേരളത്തിലെ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട് 2 കാറ്റഗറി, ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ 2023 പരീക്ഷയും 2019 സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന പ്ലാനിംഗ് ബോർഡിന്റെ ചീഫുമായി ബന്ധപ്പെട്ടു. ഒരു സ്ഥലത്ത് ചെയ്ത വൃത്തികേട് എന്താ? ഒരു സ്ഥലത്ത് ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സമരം ചെയ്യുന്ന ആളുകളുടെ വിഷയത്തിലേക്ക് ഊന്നണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. ആ കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യാം. ഞാൻ അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് K. അനിൽകുമാർ,
അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, 1.5 വർഷം കഴിഞ്ഞൊരു ലിസ്റ്റാണ്. അവർ ഇത് ആദ്യമായിട്ടല്ല ഈ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് സമരവുമായി വരുന്നത്. LPST ലിസ്റ്റിലുള്ള കുട്ടികൾ ആദ്യമായിട്ടല്ല സമരത്തിന് വരുന്നത്. ഇത്രയും കാലം ആ ലിസ്റ്റ് പരിഗണിക്കപ്പെടാതെ പോയി. ഈ സർക്കാർ, ഇപ്പം നേരത്തെ ഡോക്ടർ ജിൻഡോ ജോൺ സംസാരിച്ചപ്പോൾ, ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 40 ദിവസമായി. അതുകൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ഇത് എന്ന് പറയുന്നു. മാത്രമല്ല, അതിന് ഉദ്യോഗസ്ഥ വൃന്ദം തടസ്സം നിൽക്കുന്നു എന്നതുകൂടി പറയുന്നു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം 3 ആഴ്ചയ്ക്കുള്ളിൽ എന്ന് കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എത്രത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഉദ്യോഗസ്ഥർ ആ നിലയ്ക്ക് സർക്കാരിന്റെ നയമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല തുടങ്ങി ഒരുപാട് പരിമിതികളെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഇത്രയും കാലം നീണ്ടുപോയത്? 2016 ഇടതുപക്ഷ ജനാധിപത്യത്തിന് അധികാരത്തിൽ വരുമ്പോൾ ആദ്യം ഒരു മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രവീന്ദ്രനാഥ് ഇട്ട ഉത്തരവ് നടക്കാവ് സ്കൂൾ തുറക്കാനായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അടച്ചു പൂട്ടിയ വിദ്യാലയം തുറക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം ഈ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം നന്നാക്കിയത് കൊണ്ടാണ് PSCയിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇപ്പോൾ വളർമതി എഴുതിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം സർക്കാർ വിദ്യാലയങ്ങൾ പൂട്ടിപ്പോയ പിന്നെ റാങ്ക് ലിസ്റ്റ് അവിടെ ആർക്കെങ്കിലും നിയമനം കിട്ടും. ഇപ്പോൾ 2% നിയമനം കാസർഗോഡ് കിട്ടിയെന്ന് പറയുന്നു. റാങ്ക് ലിസ്റ്റിലെ പിന്നെ എവിടെ നിയമനം? സർക്കാർ സ്കൂളിലെ എവിടെയാണ് നിയമനം? കഴിഞ്ഞ ദിവസം വന്ന ഇന്ത്യ രാജ്യത്തെ സർക്കാർ വിദ്യാലയങ്ങളുടെയും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുടെയും ഒക്കെ ഒരു എണ്ണം വന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് എത്ര സ്കൂളാണ് പൂട്ടിയിരിക്കുന്നത്? സർക്കാർ സ്കൂള് സംവരണമുണ്ടോ? PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടോ? നമ്മുടെ രാജ്യത്തിനകത്തെ കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകും ഞങ്ങൾ എന്നാണല്ലോ ഇപ്പോൾ ധവളപത്രത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ജോലിക്കാർക്ക് ശമ്പള ചെലവും അതുപോലെ തന്നെ അവരുടെ പെൻഷനും മറ്റ് ബാധ്യതകളും ഏതാണ്ട് 70-75% എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് ഇവരുടെ എണ്ണം കുറയ്ക്കണം. ഈ മേഖലയിൽ ശമ്പളക്കാരുടെ എണ്ണം കുറയ്ക്കണം. അവരുടെ DA കൊടുക്കണ്ട, അവരുടെ ശമ്പള പരിഷ്കരണം വേണ്ട. ഇതാണല്ലോ കേരളത്തിലെ ഇപ്പോൾ പുതുതായി വന്ന സർക്കാരിൻ്റെ നിലപാട്. അതാണ്. പിന്നെ ഇങ്ങനെ സർക്കാർ സ്കൂൾ നിലനിൽക്കുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പൊതുവിദ്യാലയങ്ങളിലേക്ക് 10 ലക്ഷത്തോളം കുട്ടികൾ കൂടുതലായി വന്നു. ആ വിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്തി. ഞാനിപ്പോൾ ഒരു കണക്ക് മാധുവിനും കിട്ടുന്ന കണക്കാന്ന് തോന്നുന്നു. ഏതാണ്ട് 3,30,000 പേർക്ക് 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ PSC നിയമനം കൊടുത്തു. ഇന്ത്യ രാജ്യത്തെ ആകെ PSC നിയമനം എടുക്കുക, സംസ്ഥാന നിയമനം എടുക്കുക, അല്ലെ UPSC നിയമനം എടുക്കുക. ഞാൻ ആധികാരികമായി ചർച്ച പറയുകയാണ്. 50%. ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലം നടന്ന PSC നിയമനത്തിൽ 50% കേരളത്തിലാണ്. 50%. കേരളത്തിൽ ഒരു വർഷത്തിൽ കുറഞ്ഞത് ഒരു 30,000 നിയമനം നടക്കുമ്പോൾ UPയിൽ നടക്കുന്ന നിയമനം 5,000 മാത്രം. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഞാനൊരു തെറ്റിദ്ധാരണ നടത്തുകയല്ല. നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കോളൂ. നിങ്ങൾ തെറ്റിദ്ധരിച്ച വേറെ കണക്ക്. കേരളത്തിൽ ഞാൻ പറഞ്ഞ കേരളത്തിൽ PSC മാത്രമാണ്. തമിഴ്നാട്ടിൽ പോലീസിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മറ്റ് സംവിധാനമാണ്. ഓരോ സ്റ്റേറ്റിലും ബോർഡുകളിലേക്ക്, പോലീസിലേക്ക്, സംവിധാനത്തിലേക്കൊക്കെ വ്യത്യസ്ത ബോർഡുകളാണ്. കേരളത്തിൽ ഇത് മുഴുവൻ ചെയ്യുന്നത് PSC ആണ്. അതാണ് ആ കണക്കിന്റെ പ്രത്യേകത. അല്ല ചുമ്മാ ഇരുന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഫാക്ട്സ് പറയാതെ. സോറി, ഇടപെട്ടത്. ബാക്കി പറയാം. ഇന്ത്യൻ റെയിൽവേയിൽ എത്ര ഒഴിവുണ്ടെന്നറിയോ? ഇന്ത്യൻ റെയിൽവേ ദേശീയ തലത്തിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല കാര്യങ്ങളും ഉണ്ടാകും. സാഹചര്യം PSC ജോലി കൊടുക്കുന്നത് ഇവിടെ തസ്തിക ഉണ്ടാക്കിയല്ലോ, ഉള്ള തസ്തികകളിലേക്കല്ലേ? അല്ല, അവിടെയാണ് മാധുരി തെറ്റിയത്. ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡെന്ന് കേട്ടിട്ടുണ്ടോ? ആ ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ നിയമനം നടത്തുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം ഉണ്ടോ? ഇന്ത്യ രാജ്യത്ത് പൊതുമേഖലയുണ്ടോ? കേരളത്തിൽ PSC നിയമനമുണ്ട്. ഇന്ത്യയിൽ എവിടെയാണ് ഇനി പൊതുമേഖല നിയമനം നടത്താൻ? നമ്മുടെ ഒരു സർക്കാരിനെ ആക്രമിക്കുമ്പോൾ ഇപ്പം തന്നെ മാധുവിൻ്റെ ചോദ്യം എന്തായിരുന്നു? തസ്തിക ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താണ്? സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ കൂടുതലായി വരുമ്പോൾ തസ്തിക വർദ്ധിക്കും. ഇപ്പം തന്നെ ഇവിടുത്തെ വിഷയം എന്താണ്? 15-ാം തീയതി കുട്ടികളെ എണ്ണണം. കുട്ടികളുണ്ടെങ്കിൽ നിയമനം കിട്ടും. കുട്ടികളുണ്ടാകാൻ എന്ത് ചെയ്യണം?
സർക്കാർ വിദ്യാലയങ്ങളെ നന്നാക്കി. അതിൻ്റെ പേരാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇത്തവണ കേരള സർക്കാർ നടത്തിയില്ല. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ കാരണം എന്താണ്? നടത്തിയില്ല എന്നോ അവിടെ സർക്കാർ നിയമനം വിദ്യാലയങ്ങൾ ഉണ്ടായില്ല എന്നോ പൂട്ടിയാൽ അതിനുവേണ്ടി പരീക്ഷ ഉണ്ടായിട്ടില്ല എന്നോ ആരും ഇല്ല. പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ പരീക്ഷ എഴുതി ലിസ്റ്റ് ഇടുന്ന അട്ടത്തോക്കാൻ ദയവായി വേണ്ടിയിട്ടല്ലോ, നിയമനം നടത്താൻ വേണ്ടിയിട്ടല്ലേ? ദയവായി കേൾക്കൂ. അല്ല, നിയമനം ദയവായി നടത്താൻ കേൾക്കൂ. വേണ്ടിയിട്ടല്ലേ? അത് ഉണ്ടാകുന്നില്ല മാധു എന്ത് പറയുന്നു എന്നല്ലല്ലോ ഈ എന്റെ റാങ്ക് ചർച്ച. ലിസ്റ്റിലുള്ളവർക്ക് മാധു എന്ത് പറയുന്നു എന്നല്ല എന്റെ ചർച്ച. മാധുവിന്റെ ആ ചിന്തയൊക്കെ മാറ്റി വെച്ചത്. ഞാൻ അങ്ങയെ പ്രകോപിപ്പിക്കുന്നില്ല, ഞാൻ അങ്ങയോട് തട്ടിക്കയറുന്നില്ല. ഞാൻ വളരെ സമാധാനമായിട്ടാണ് അങ്ങോട്ട് പറയുന്നത്. അങ്ങനെ വ്യക്തിപരമായി കൊണ്ടോ ചെയ്യല്ലേ? അല്ലല്ല, ഞാൻ സമാധാനമായിട്ട് പറയണത്. നിങ്ങൾ എന്തു പറഞ്ഞു എന്നല്ല എന്റെ ചർച്ച. സർ, നമ്മളൊരു തലക്കെട്ടിട്ടാണ് ചർച്ചയ്ക്കിരിക്കുന്നത്. എന്റെ ചർച്ച എന്താ അങ്ങനെ പറയരുത്. നമ്മളൊരു തലക്കെട്ടിട്ടാണ് ചർച്ച ചെയ്യുന്നത്. UPSC നിയമനവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യുന്നത്. ശരിയാണ്, ഇത് PSC നിയമനവുമായി ബന്ധപ്പെട്ടാണ് സർ. പറഞ്ഞോട്ടെ, ബാക്കി പറഞ്ഞോട്ടെ. ഇവിടെ ആക്ഷേപിച്ചത് ആരാ? ഇവിടെ വളർമതി പറഞ്ഞ കാര്യം KC വേണുഗോപാൽ AICCയുടെ നേതാവാണ്. കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാക്കന്മാർ PSC റാങ്ക് പട്ടികയിൽപ്പെട്ടവരെ വിളിച്ചുകൂട്ടി. എന്തിനാ വിളിച്ചുകൂട്ടിയേ? നിങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ജോലി തരാം. അങ്ങ് പറഞ്ഞത് തെറ്റാണ്. PSC റാങ്ക് പട്ടികയിൽപ്പെട്ടവരെ വിളിച്ചുകൂട്ടിയല്ല, അവർ സമരത്തിനിരുന്നപ്പോൾ അവിടെ പോയി പറഞ്ഞു. അത് തന്നെ, ഞാനത് തന്നെ പറയണത്. അപ്പൊ കൊടുത്തേക്കണം. ചോദ്യം ഞങ്ങളോട് വേണ്ട. അത് അവരോട് ചോദിച്ചത്. അത് ഒരു കൂട്ടർ സമരത്തിലിരുന്നു, തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ജോലി തന്നാക്കാമെന്ന് പറഞ്ഞു. ഇനി ചോദ്യമല്ല, അങ്ങോട്ട് മതി. അല്ല സർ, തെരഞ്ഞെടുപ്പ് ഒരു വർഷം ആ ലിസ്റ്റ് ഇവിടെയുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു വർഷം അങ്ങയുടെ സർക്കാരിന് മുന്നിലുള്ള ആ ലിസ്റ്റ് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ. ആ ലിസ്റ്റ് അവിടെ അങ്ങനെ വെക്കാനല്ലോ. അതെ, അതെ. ഇപ്പം മാധുവിന് കാര്യം മനസ്സിലായല്ലോ. PSCയുടെ റാങ്ക് പട്ടിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തയ്യാറാകുന്നത്? എല്ലാ വർഷവും ഒരു ഒഴിവുണ്ടെങ്കിലും 10 ഒഴിവുണ്ടെങ്കിലും റാങ്ക് പട്ടിക വരും. പ്രതീക്ഷിത ഒഴിവിലേക്ക് റാങ്ക് പട്ടിക വരും. അങ്ങനെ റാങ്ക് പട്ടിക വരുമ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിൽ അവിടെ ഒഴിവുണ്ടാകണമെങ്കിൽ ആ ഒഴിവ് പ്രതീക്ഷിച്ചിട്ടാണ് റാങ്ക് പട്ടിക. അങ്ങനെ റാങ്ക് പട്ടികയിൽ പെട്ട കുട്ടികളെ കോൺഗ്രസ്സുകാർ ദുർബോധനം കൊടുത്ത് നിങ്ങൾക്ക് നിയമനം കിട്ടാത്തത് പിണറായി ദുഷ്ടനായതുകൊണ്ടാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിയമനം ഉടനെ റെഡി, അങ്ങനെ പറഞ്ഞ് പറ്റിച്ച് കബളിപ്പിച്ച് വോട്ട് വാങ്ങിച്ചിട്ട് ഇപ്പം അവരെ പറ്റിച്ചപ്പോൾ അവർ മണ്ണ് തിന്നെ ഇറങ്ങി. അങ്ങനെ അവരെ പറ്റിച്ചവരെല്ലാം കൂടി ഇപ്പൊ പറയുകയാണ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ മാർച്ചിൽ അവർ സമരം നടത്തിയത് ആര് പറ്റിച്ചിട്ടാണ് സർ? അങ്ങനെയാണെങ്കിൽ മാർച്ചിൽ അവർ സമരം ചെയ്ത് ആര് പറ്റിച്ചിട്ടാണ്? അതെ, അവിടെയാണ്. അതെ, ഞാൻ അതിന് മറുപടി പറയാം. ഈ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? വയനാട്ടിൽ മണ്ണ് മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല. അതുകൊണ്ട് മണ്ണിടിഞ്ഞ ആള് ചത്തു. ഇത്ര ഉള്ളല്ലോ പറഞ്ഞത്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏതെങ്കിലും ഒരു നിയമനം ബാക്കി വെച്ചോ? നിങ്ങൾ പരിശോധിക്കുക. ശരി ശരി, ഇന്ന തസ്തികയിൽ ഒഴിഞ്ഞു കിടന്നിട്ട് നിയമനം നടത്തിയില്ല എന്ന് പറയാനുണ്ടോ? ശരി, അത് നമുക്ക് അവരോട് എല്ലാവരിലേക്കും വന്നതുകൊണ്ട് അവരാണ് സാർ അതിന് മറുപടി പറയേണ്ടത്. അവരെന്തിനാണ് സമരം നടത്തിയെന്ന് അവരാണ് മറുപടി പറയേണ്ടത്. ശരി, ഞങ്ങളുടെ ചോദ്യം ഞാൻ എടുത്തു. എല്ലാവരിലേക്കും ഓരോ തവണ വന്നതുകൊണ്ട് ഞാൻ ചോദിക്കാം സാർ, അങ്ങയുടെ ചോദ്യം ഞാൻ അവരോട് ചോദിക്കാം. ഇടവോ ഒഴിവുകൾ പ്രോപ്പറായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്കും അങ്ങയോട് ചോദിക്കാനുണ്ടായിരുന്നത്. അതായത് നിയമനം നടത്താൻ ഒരു ഒഴിവും സംസ്ഥാനത്ത് നിലവിലില്ലാതിരുന്നപ്പോഴാണോ കഴിഞ്ഞ മാർച്ചിൽ നിങ്ങൾ ആദ്യഘട്ട സമരം നടത്തിയത്? അല്ല, അതായത് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു വർഷം പൂർത്തിയാവുന്ന സമയം 8 മാസം പിന്നിട്ടു. ആ കാലയളവിൽ പോലും പഴയ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ആ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചിട്ടും ആ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ വരെ പുറത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടായ ഒഴിവ് വരെ എടുത്ത് പുറത്തു പോകുന്ന അധ്യാപകരെ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ പുറത്തു പോയ അധ്യാപകരെ ഇവർക്ക് ഉണ്ടായിരുന്ന ഒഴിവിലേക്ക് ഫില്ല് ചെയ്തു. അപ്പോൾ ഇവരുടെ ശരിക്കുള്ള അജണ്ട എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള അധ്യാപകരെ സംരക്ഷിക്കുക. ആ അധ്യാപകരെ സംരക്ഷിക്കേണ്ടത് ഏത് ഒഴിവിലേക്കാണെന്ന് ഓൾറെഡി അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വരുന്ന റിട്ടയർമെൻറ്റ് വേക്കൻസിയിലോട്ട്. അങ്ങനെ റിട്ടയർമെൻറ്റ് വേക്കൻസിയിലോട്ട് റീഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളും പുറത്ത് നിൽക്കേണ്ട
സാഹചര്യം ഉണ്ടാവുന്നത്. മറിച്ച് അവർ വേറൊന്നും ചിന്തിക്കുന്നില്ല. വേറെ ഏത് ഒഴിവിലേക്ക് ഇവരെ പുനർവിന്യസിക്കാം, അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ എന്നൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിലൊരു വഴിയുണ്ട്. കാലാനുസൃതമായ മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണ്. നേരത്തെ കാലങ്ങളിൽ ഇപ്പോൾ സാറ് ഇപ്പോൾ പല രാഷ്ട്രീയ മുന്നണിയിലുള്ള ഒരുപാട് വ്യക്തികൾ പറഞ്ഞതുപോലെ നമുക്ക് രാഷ്ട്രീയമില്ല, നമുക്ക് ജോലിയാണ് രാഷ്ട്രീയം, നമ്മുടെ ജീവിതമാണ് നമ്മുടെ രാഷ്ട്രീയം, അതായത് നമ്മുടെ വേദനയൊക്കെ നമ്മുടെ രാഷ്ട്രീയമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരം പോലെ ഞങ്ങൾ സമരം ചെയ്യാൻ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു സമരത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പം അനിൽ സാറ് പറയുന്ന പോലെ ഞങ്ങൾ അന്ന് കാലത്ത്, അതായത് കഴിഞ്ഞ ഭരണകാലത്ത് ഒരു സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ കേട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞില്ല, അതിന് ചെവി ഓർത്തില്ല എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെയാണ് നിലവിൽ ഭരണം മാറിയപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. കാരണം അന്ന് പഴയ ഗവൺമെൻറ്റിന് 8 മാസം സമയമുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. പുനർവിന്യസിക്കേണ്ട അധ്യാപകരെ, മറ്റ് ഒഴിവുകൾ, നിരവധി ഒഴിവുകളുണ്ട്. SSK BRC പോലുള്ള ഒഴിവുകളുണ്ട്, HTV പോലുള്ള ഹെഡ് ടീച്ചർ വാക്കൻസി പോലുള്ള ഒഴിവുകളുണ്ട്. അല്ലെങ്കിൽ 50-50 എന്നുള്ള റേഷ്യോയിൽ പകുതി ഒഴിവുകളിൽ പുനർവിന്യസിക്കുകയും പകുതി ഒഴിവുകളിൽ PSC നിയമനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും തന്നെ ആ സർക്കാരും ആഗ്രഹിച്ചില്ല, നിലവിലുള്ള സർക്കാരും പരിഗണിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ഇനി നമ്മളൊരു ജോലി എന്ന് പറഞ്ഞ് മാത്രം അവരെ സന്ദർശിക്കുകയല്ല, ഞങ്ങളുടെ പ്രശ്നം ഇതാണ്, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമല്ല ഞങ്ങൾ അവിടെ ഉന്നയിക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ചും എനിക്ക് കുറച്ച് സമയം വേണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഞങ്ങളുടെ ലിസ്റ്റ് വന്നത് മെയ് 31, 2025 പോലും അതിന് മുന്നേ തന്നെ ഉള്ള ലിസ്റ്റിൽ എൻ്റെ പാലക്കാട് ലിസ്റ്റിൽ 268 പേർക്കുള്ള നിയമനമാണ് അന്നായത്. സാധാരണ എല്ലാ ലിസ്റ്റും മുഴുവനായിട്ട് ഫില്ല് ചെയ്യാറുണ്ട്. മിക്കവാറും ഈ തെക്കിൽ നിന്നുള്ള തിരുവനന്തപുരം, കൊല്ലം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ വരെ പാലക്കാട് സ്കൂളുകൾ ഉള്ളതുകൊണ്ടും നിയമനം പൂർണ്ണമായി നടക്കുമെന്നുള്ളത് കൊണ്ട് അങ്ങോട്ടാണ് പരീക്ഷ എഴുതാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ലിസ്റ്റിൽ ഒരു മെല്ലെപ്പൊക്കാണ് ഉണ്ടായത്. അത് ഞങ്ങൾ ആദ്യമേ ഞങ്ങളുടെ ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ, ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഗണ്യമായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ അന്ന് തന്നെ കുറച്ച് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം ചേർന്ന് കുട്ടികളെ ക്യാൻവാസ് ചെയ്ത്, അതായത് ബോധവൽക്കരണം നടത്തി ഗവൺമെൻറ് സ്കൂളുകളിൽ എത്തിക്കേണ്ട ഒരു മാതൃക ഞങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നിലവിലുള്ള എത്ര അധ്യാപകർ ഇതുപോലെ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികളെ എത്തിക്കാനായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂണ് പോലെ അൺഎയ്ഡഡ് സ്കൂളുകൾ ഇഷ്ടം പോലെ എല്ലാ വിദ്യാലയങ്ങളുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ എയ്ഡഡ് വിദ്യാലയങ്ങൾ വരെ അവരുടെ സീറ്റ് നിലനിർത്താനായിട്ട്, അവിടുത്തെ അധ്യാപകരുടെ സീറ്റ് നിലനിർത്താനായിട്ട് അവർ കുട്ടികളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ഒരു എയ്ഡഡ് മാനേജ്മെൻറ്റ് അറിയാമല്ലോ, കോഴ വാങ്ങിച്ച് തന്നെയാണ് ഒരു ആളെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പൈസ എടുത്ത്, ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ എടുത്ത് ഒരു വണ്ടി വാങ്ങുന്നു. ആ വണ്ടി ഫ്രീ സർവീസ് നടത്തുന്നു. ഈ പറയുന്ന ഗവൺമെൻറ് വിദ്യാലയങ്ങളുടെ ഫീഡിങ് ഏരിയയിലോട്ടൊക്കെ പോയി അവിടുത്തെ കുട്ടികളെയും കൊണ്ടാണ് വരുന്നത്. അവർക്ക് ബുക്കും എല്ലാ സൗജന്യവുമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ അക്കാഡമിക് എന്നുള്ള സംഭവം മിക്ക പാരൻസും, അതായത് സാധാരണ പാവപ്പെട്ട ജനങ്ങളുള്ള ജനവാസമുള്ള ആ ഏരിയയിലുള്ള കുട്ടി സുരക്ഷിതമായി സ്കൂളിൽ പോയി തിരിച്ചു മടങ്ങി വീട്ടിലെത്തിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും വിടുന്നത് ശരിക്കും നിലവാരം നോക്കാതെ ഈ പറയുന്ന എയ്ഡഡ് വിദ്യാലയങ്ങൾ കൂടിയാണ്. എയ്ഡഡ് വിദ്യാലയങ്ങൾ നിലവാരമില്ല എന്നല്ല അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വിദ്യാലയങ്ങളെ തകർക്കുന്ന രീതിയിൽ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഈ സമൂഹത്തിലുണ്ട്. അത് ഈ ഒരു അവസരത്തിൽ എനിക്ക് തുറന്നു കാട്ടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വ്യക്തമായി ഞങ്ങൾ സ്റ്റഡി ചെയ്തു. ഓരോ സബ്ജില്ല തിരിച്ച് എത്ര വിദ്യാലയങ്ങളിൽ ഇതുപോലെ ഡിവിഷൻ ഫോളോ വരും. ഓക്കെ, ഡോക്ടർ ജിൻഡോ ജോൺ, ഇവർ സമരം നടത്തുന്ന സമയത്ത് അവിടെ പോയി നിന്ന് മുഖ്യമന്ത്രി ദുഷ്ടനാണ്, പിണറായി വിജയൻ ദുഷ്ടനാണ് എന്ന് പറഞ്ഞ് അവരെ സമരത്തിലേക്ക് കൊണ്ടുപോകുന്ന നയം ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നൊരു ആരോപണമാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ കോൺഗ്രസിനെതിരെ മുന്നോട്ട് വെച്ചത്. പക്ഷേ നിങ്ങൾ അവിടെ ചെന്നിരുന്നു, നിങ്ങൾ അവരോട് നിങ്ങളുടെ ഭരണം വന്നാൽ മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞു. അത് ഇനി നിങ്ങളോട് ചോദിച്ചാൽ മതി എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്.
തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ആർഗ്യുമെൻറ്റിനെ ഞാൻ മുകളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യം, അദ്ദേഹം നമ്മളോട് പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം എന്താ? ഒഴിവുണ്ടായിട്ടും നിയമനം നടത്താതിരുന്നോ? അതിൻ്റെ അർത്ഥം ഒഴിവുണ്ടായിരുന്നില്ല എന്നാണ് അനിൽകുമാർ വാദിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഒഴിവില്ലാതെയാണോ PSC പരീക്ഷ നടത്തിയത്? PSC പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ വിളിച്ചത്, പരീക്ഷ നടത്തി, ഇൻ്റർവ്യൂ നടത്തി, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി. അതിപ്പോൾ പിന്നെ എന്തിനാ? നിങ്ങൾക്ക് വെറുതെ ഒരു ഹരത്തിന് വീട്ടിലിരുന്ന പിള്ളേരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചാണോ? നിങ്ങൾ എന്തിനായിരുന്നു ഒഴിവില്ലാതെ അങ്ങനെ ഒരു റിപ്പോർട്ട്, അങ്ങനെ ഒരു പരീക്ഷ നടത്തിയത്? അപ്പോൾ ഇപ്പോഴത്തെ പുതിയ സർക്കാർ ഉത്തരവാദിത്തമാണെന്നല്ല പറയുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷത്തിന് മേലെയായി അല്ലേ? അപ്പോൾ 40 ദിവസമായ സർക്കാരിനോട് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലത്ത് എന്താണ് ചെയ്തതെന്ന് പറയാനുള്ള ഒരു മര്യാദയുണ്ട്. നിങ്ങൾ അതിന് പകരം പറഞ്ഞ എന്താ? അന്ന് സമരത്തിന് ഇരുന്നവർ എന്തിനിരുന്നു എന്ന് അവരോട് ചോദിക്കണമെന്ന്. ആ കുട്ടികൾക്കാർക്കും വീട്ടിലിരുന്നപ്പോൾ ചുമ്മാ മടുത്തിട്ട് വന്ന് സെക്രട്ടേറിയറ്റിൻ്റെ പുറത്ത് സമരത്തിന് ഇരുന്നതല്ല. നമുക്കെല്ലാവർക്കും, നമ്മളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ്, നമുക്കെല്ലാവർക്കും യാഥാർത്ഥ്യം അറിയാം. പക്ഷെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അവരെ പരീക്ഷയ്ക്ക് ക്ഷണിച്ചത് PSC, അവർ ആപ്ലിക്കേഷൻ കൊടുത്തു, കുത്തിയിരുന്ന് പഠിച്ചു, പരീക്ഷ എഴുതി, റാങ്ക് ലിസ്റ്റിൽ വന്നു. SFIക്കാർ ചെയ്ത പോലെ കോപ്പി അടിച്ചും മറ്റേ മാർക്ക് ലിസ്റ്റ് തിരുത്തിയൊന്നുമല്ല അവർ വന്നത്. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾ അവരെ നിയമനം കിട്ടാതെ വരുമ്പോൾ ആ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ പുറത്ത് വന്ന് സമരം ചെയ്യുന്നു. നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്വത്തോടെ മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. അതിനെ ആക്ഷേപിക്കാൻ, അവരെ എന്തിനു വന്നു എന്ന് അവരോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ആ പരീക്ഷ നടത്തിയെന്നുള്ള ഉത്തരവാണ് ആദ്യം പറയേണ്ടത്. അല്ല, അതിപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾ കൂടി ചോദിക്കുന്നത് തന്നെയാണ്, ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് എന്തിനാണ് പരീക്ഷ നടത്തിയത് എന്ന് തന്നെയാണ്. അല്ല, ഞാൻ അനിൽകുമാറോട് അതാ ചോദിക്കുന്നത്. ഈ പരീക്ഷ നടത്തിയത് UDFൻ്റെ കാലത്തല്ല, LDFൻ്റെ കാലത്താണ്. നിങ്ങൾ എന്തിന് പരീക്ഷ നടത്തി? എന്നിട്ട് അവർ പറയുകയാണ് എന്തിന് വന്നിരുന്നു എന്ന് അവരോട് ചോദിക്കണമെന്ന്. നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലേ? 40 ദിവസം മുമ്പുള്ള ഒരു കാര്യം അനിൽകുമാറിന് ഓർമ്മയില്ലാത്ത പോലെ പറയാൻ പാടില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം. താങ്കൾ ഇവിടെ കുറേ നുണകൾ പറഞ്ഞു. അതിലൊരു നുണ ആദ്യം പൊളിച്ചിട്ട് ഞാൻ ബാക്കിയത്തിലേക്ക് വരാൻ മറുപടി താങ്കളുടെ സമയത്ത് അല്ലല്ലോ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എന്താണ് മാധു ഇത്? അല്ല, അങ്ങയുടെ ഊഴത്തിൽ അങ്ങനെയായിരുന്നല്ലോ. എനിക്കെന്താ വിഷമം? നിങ്ങൾ പിള്ളേരെ പറ്റിച്ചാൽ എനിക്കെന്താ വിഷമം? ഞാനൊന്ന് പറയട്ടെ. എനിക്കെന്താ വിഷമം? നിങ്ങൾ പിള്ളേരെ പറ്റിച്ചാൽ എനിക്കെന്താ വിഷമം? നിങ്ങളുടെ സ്വഭാവം അതല്ലേ? എന്തൊക്കെ സംഭവിച്ചാലും പഠിക്കാത്ത കുറെ ആളുകൾ. എന്നോടല്ലേ ചോദിച്ചത്? എന്നോടാണ്, ഞാനല്ലേ മറുപടി പറയുന്നത്. എന്നോടല്ലേ ചോദിച്ചത്? ഞാൻ പറയാന്ന്, ഞാൻ അവസരം തന്നെ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങിയതാ. ഞാൻ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങിയതാ. അല്ല, അങ്ങ് അഡ്വക്കേറ്റ് അനിൽകുമാർ അങ്ങ് എത്രയോ കാലമായി ചർച്ചയിലിരിക്കുന്നതാണ്. ഒരാളുടെ അവസരം കഴിഞ്ഞിട്ടാണല്ലോ അങ്ങയുടെ ഊഴം. അപ്പോൾ അങ്ങ് പറയാം, ഈ ചോദ്യത്തിന് മറുപടി തന്നെ പറയാം. ഡോക്ടർ ജിൻഡോ പറയൂ. ഇത് ഞാനും ശ്രീ അനിൽകുമാറും തമ്മിലുള്ള വ്യക്തിപരമായ അതിർത്തി തർക്കമൊന്നുമല്ലല്ലോ. നമ്മൾ സർക്കാരുകളുടെ കാലത്ത് ഈ നാട്ടിലെ പിള്ളേർ പരീക്ഷ എഴുതിയ കാര്യത്തിൽ നിയമന ശുപാർശ കിട്ടാത്ത വിഷയത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ താങ്കൾക്ക് തുറന്നു പറയാം. ഞാൻ ഫാക്ട് വെച്ച് ചോദിച്ചു, താങ്കൾ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും മറുപടി പറഞ്ഞു. ഒരു കള്ളം താങ്കൾ പറഞ്ഞു. ഇന്ത്യയിൽ ഒരുപാട് സ്കൂളുകൾ പൂട്ടിപ്പോയി. ഇതിന് മാത്രം ഒരു മറുപടി പറയട്ടെ മാധു. വേറെ പലതിനും മറുപടി പറയാതെ ഞാൻ വിട്ടുകളയുന്നതാണ്. ഇന്ത്യയിൽ ഒരുപാട് സ്കൂളുകൾ പൂട്ടിപ്പോയി, കേരളത്തിൽ ഒന്നും പൂട്ടിയില്ലെന്ന്. ഈ 2026 ഫെബ്രുവരി 4 ജോൺ ബ്രിട്ടാസ് എന്ന രാജ്യസഭ MP, CPM രാജ്യസഭ MP ആണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് 18,727 സ്കൂളുകൾ ഈ രാജ്യത്ത് മൊത്തത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് രാജ്യസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി മറുപടി കിട്ടിയിട്ടുണ്ട്. അതിൽ 2020-21 കാലത്ത് കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം 5020 ആയിരുന്നു. അത് 24-25 ആയപ്പോൾ 4808 കുറഞ്ഞു. അപ്പോൾ 1,200 സ്കൂളുകൾ എവിടെ പോയി അനിൽകുമാറെ? ആ സർക്കാർ മേഖലയിൽ പൂട്ടിപ്പോയ സ്കൂളുകൾ നിങ്ങളുടെ കാലത്താണെന്ന് നിങ്ങളുടെ രാജ്യസഭ MP തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 1,247 സ്കൂളുകൾ സ്വകാര്യ മേഖലയിലും പൂട്ടിപ്പോയിട്ടുണ്ട്. 500 ചില സ്കൂളുകൾ 5 വർഷത്തിനിടയിൽ പൂട്ടിപ്പോയിട്ടത് നിങ്ങളുടെ കാലത്താണ്. അത് ആരുടെയും വ്യക്തിപരമായ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പലതരം നയങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാത്ത രീതിയിൽ കള്ളം മാത്രം പറയരുത്. ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. എന്തിനാണ് അനിൽകുമാറെ PSC ആസ്ഥാനത്ത് ചെയർമാൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാനായിട്ട് ക്രൈംബ്രാഞ്ച് കയറി ഇറങ്ങി നിരങ്ങുന്നത്? എന്തിനാണ് PSC ഉത്തരക്കടലാസുകളും മറ്റു ഫയലുകളും കത്തിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടുന്നത്? എന്തുകൊണ്ടാണ്? വിവരാവകാശ രേഖ പ്രകാരം 20 വർഷം മുമ്പ് 20 വർഷം വരെയുള്ള രേഖകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് വിവരാവകാശ നിയമം നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ അതുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ നശിപ്പിച്ച് കളയാൻ ഓർഡർ ഇടുന്നത്. ആരെ പേടിച്ചിട്ടാണ്? ഈ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന, മര്യാദയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന സെക്രട്ടേറിയറ്റിന് പുറത്ത് കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന കുട്ടികളെ പേടിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്.
അപ്പോൾ ഉത്തരവാദികൾ PSC ആണ് ഒന്നാമത്തെ ഉത്തരവാദി. ഞാൻ ഒരു കാര്യം കൂടി പറയാം മാധു, ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ജൂൺ മാസം 11-ാം തീയതി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി K. മുരളീധരൻ അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വേക്കൻസികൾ അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യണം, PSC വഴി റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികളെ നിയമിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അത് കാര്യമാത്ര പ്രസക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ ഉത്തരവാദിത്തം ഈ കേരളത്തിലെ സർവീസ് സംഘടനകളുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഏറ്റെടുക്കണം. അതിന് മറുപടി പറയണം. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്നുള്ളിൽ നിങ്ങൾ അന്വേഷിക്കണം. താൽക്കാലിക ജോലി ചെയ്യുന്നവരുടെ എണ്ണം, കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം, റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്ത കുറവ്, ഇതെല്ലാം നടക്കണമെന്നേ. നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ നാട്ടിലെ പഠിച്ച പരീക്ഷ അങ്ങനെ സർക്കാരിന്റെ സിസ്റ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് അതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നത് ഇവിടുത്തെ മന്ത്രിമാർ തന്നെയാണല്ലോ. റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ട് സംവിധാനങ്ങളിൽ നിന്ന് ആ റിപ്പോർട്ടിംഗ് ഉണ്ടാകുന്നില്ല എങ്കിൽ അത് ഭരണത്തിൽ പിടിയില്ലാത്തത് കൊണ്ടാണ്. 40 ദിവസം കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കുമോ എന്ന് ചോദിച്ചാൽ ശരിയായിരിക്കാം, പരിമിതികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഉണ്ടായിരിക്കും എന്ന് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. മാധ്യമപ്രവർത്തകർ അത് എൻഷുർ ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും മാധു, ഞങ്ങൾ കൃത്യമായിട്ട് പറയും സർക്കാർ അത് എൻഷുർ ചെയ്യും. പക്ഷെ നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതുകൂടി നിങ്ങളൊന്ന് അതിൻ്റെ പുറകെ കൂടി ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം കൂടി നടത്തണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. സർക്കാർ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് സർക്കുലർ പോയിട്ട് 14 ദിവസമായി, ഇനി 7 ദിവസം കൂടി ബാക്കിയുണ്ട്. ആ 7 ദിവസത്തിനുള്ളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാത്ത രീതിയിൽ അതിന് കാലവിളംബം വരുത്തുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾക്ക് പൊതുസമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമില്ലേ? ഈ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾ ഇവരാരും കത്തിക്കുത്ത് കേസിലെ പ്രതികളും കോപ്പി അടിച്ച ആളുകളും റാങ്ക് ലിസ്റ്റ് ഉത്തരക്കടലാസ് തിരുത്തിയ ആളുകളും വേണ്ടപ്പെട്ടവരല്ലാത്തത് കൊണ്ട് മാത്രമല്ല അവർ പെരുവഴിയിൽ ഇരിക്കേണ്ടി വരുന്നത് അല്ലേ? അപ്പോൾ PSC ചെയർമാന്റെ ഡ്രൈവറുടെ ബന്ധുവിനും അക്രമം നടത്തുന്ന ഗൺമാന്റെ ബന്ധുവിനും ഒക്കെ നിയമനം കൊടുക്കാൻ, ശുപാർശ കത്ത് കൊടുക്കാൻ, വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ ആർജവം കാണിച്ച ഒരു സർക്കാരിന്റെ കാലത്ത് പെരുവഴിയിലിരുന്ന കുട്ടികളോടാണ് ചോദിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രതിനിധി വന്ന് ചോദിക്കുക അവരെന്തിനാ സമരത്തിലിരുന്നെന്ന് അവരോട് ചോദിക്കാൻ. ആ ചോദ്യം ഞാൻ ചോദിക്കില്ല. ശരി, ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ഇതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടരെ ആരോപണം കേൾക്കുന്ന ഒരു സംവിധാനം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. PSC ആണ്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഇപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നു എന്തിനാണ് പരീക്ഷ നടത്തിയത്? അനധികൃത നിയമനം നടത്താനുള്ള പരീക്ഷകൾ മാത്രമായിട്ട് PSCക്ക് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഒഴിവുകൾ ഉണ്ടാകുന്ന മുറയ്ക്ക് LP സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും UP സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും എൻ്റെ അറിവ് പ്രകാരമാണെങ്കിൽ അടുത്ത ആഴ്ചയോ മറ്റോ അല്ല, ഇന്നു തന്നെ അവിടെ UP സ്കൂൾ ടീച്ചേഴ്സിൻ്റെ സമരം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവർ പക്ഷെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ആ സമരവും ശക്തമായി വരും എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PSCയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ മന്ത്രി OJ ജനീഷ് ചോദിക്കുന്നു, ഇത്രയും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് അവിടെ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുറയ്ക്ക് നടത്താൻ കഴിയാത്തത് എന്ന്. ഒഴിവുകൾ കണ്ടെത്തുക, അവിടത്തേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുക, അതിനുവേണ്ടി പരീക്ഷ നടത്തുക, അത് അവിടെ കൃത്യമായി പ്രോപ്പറായി അതിന് അഡ്വൈസ് മെമ്മോ കൊടുക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ചെയ്യാതെയാണ് ഈ പറയുന്ന വളരെ വിശ്വസ്തതയുള്ള PSC ഇവിടെ വാഴുന്നത്. അതിനുത്തരം പറയാം. അതിനു മുമ്പ് 2 മറുപടികൾ. ഒന്ന് ശ്രീ ജിൻഡോയ്ക്കാണ്. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഹണിമൂൺ പീരീഡിലാണ്, ഞങ്ങളതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെ നിങ്ങളുടെ മന്ത്രിസഭ ഏറ്റവും പ്രധാനമായി കൈകാര്യം ചെയ്യേണ്ട വിഷയം PSCയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഈ നാട് വിട്ടു പോകാനുള്ള കാരണം PSCയുടെ വിശ്വാസമില്ലായ്മയാണ്. ഈ നാട്ടിൽ ചെറുപ്പക്കാർ വേണം. ഗുണ്ടകളും സ്വജനപക്ഷപാതക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും അടിക്കാൻ പോകുന്നവരും ഇടിക്കാൻ പോകുന്നവരും അല്ലാത്ത ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ PSCയുടെ വിശ്വാസ്യത കൊണ്ടുവരണം. അതിന് നിങ്ങളുടെ മന്ത്രിസഭയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കാനുള്ള നടപടികൾ ചെയ്യണം. ജിൻഡോയ്ക്കുള്ള ഒരു സജഷനാണ്. ഇനിയും ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ PSC വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന എല്ലാ കാലത്തിലും CPMന്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്ന ഒരു ഫേക്ക് ന്യൂസാണ്. ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നൽകുന്നത് PSC വഴിയാണ്. അങ്ങനെയല്ല ഫാക്റ്റ്. ആ ഫാക്റ്റ് മനസ്സിലാക്കണം. നമുക്ക് ഓരോന്ന് പറയാം. തമിഴ്നാട്ടിൽ എന്താണ്? സംസ്ഥാന സർവീസുകൾക്ക് TNPSC അധ്യാപക നിയമനങ്ങൾക്ക് ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട്. സത്യമല്ല, നമുക്ക് ഫാക്ട് ചെക്ക് നടത്താം. മെഡിക്കൽ മേഖലയിൽ മെഡിക്കൽ സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട്. കർണാടകയിൽ KPSC കൂടാതെ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി ഉണ്ട്. ആന്ധ്രാപ്രദേശിലുണ്ട്, തെലുങ്കാനയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, ജാർഖണ്ഡിൽ. അവിടെയൊക്കെ വ്യത്യസ്തമായ ബോർഡുകളിലൂടെയും സംവിധാനങ്ങളിലൂടെയുമാണ് ഈ നിയമനങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എണ്ണം പെരുപ്പിച്ച് കാണിക്കാൻ കഴിഞ്ഞിരുന്നത് PSC വഴിയാണ്. ഇനിയും അങ്ങ് ഇവിടുത്തെ സ്കൂളുകൾ പൂട്ടിപ്പോയതിനെ പറ്റി പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം ശ്രീ അനിൽകുമാർ. ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന ഇടതുപക്ഷ SFIയുടെ ഗുണ്ടയ്ക്ക്
പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് CPO റാങ്കിൽ ഒന്നാമത്തെ റാങ്ക് കിട്ടാനുള്ള കാരണം ഉത്തരക്കടലാസ് കിട്ടിയതുമായി ബന്ധപ്പെട്ടാണ്. അതായത് സമഗ്രവും സമ്പൂർണവുമായ ഒരു ഡിജിറ്റലൈസേഷൻ PSCയിൽ ചെയ്യാത്തത് മൂലമാണല്ലോ കേസുണ്ടായത്. 10 വർഷം പിണറായി സർക്കാർ കേരളം ഭരിച്ചു. ആ കേസിന്റെ സ്റ്റാറ്റസ് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ക്രൈംബ്രാഞ്ച് കൊടുത്ത ചാർജ് കോടതി മടക്കി അയച്ചു. ഇപ്പോഴും ആ കേസിന്റെ വിചാരണ തുടങ്ങിയിട്ടില്ല. നിങ്ങൾ ആരെ സംരക്ഷിക്കാനാ അത് ചെയ്തിട്ടുള്ളത്? അപ്പം ഇനി മറ്റൊരു ഞാനിവിടെ CPM ഓ കോൺഗ്രസോ ആം ആദ്മിയോ ഒന്നുമല്ല. ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ഇതിന്റെ വിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ സംസാരിക്കണ്ടേ? അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെയ്തു, ഈ സർക്കാരിന്റെ കാലത്ത് ചെയ്തു, ഇനിയും വരാൻ പോകുന്ന മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ അവരത് ചെയ്യുന്നു നല്ലല്ലോ. ഞാനൊരു ഒരു കുഞ്ഞു ഉദാഹരണം പറയാം, മാധു ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നമ്മുടെ PRD എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ അഴിമതിയും സ്വജനപക്ഷപാതവും തിരികയറ്റലും ഈ സർക്കാരിന്റെ കാലത്ത് നടക്കപ്പെട്ടില്ല. കാരണം എന്താണ്? PRD ആണ് ഇവരുടെ വിവരശേഖരണവും മാധ്യമ സംവിധാനവും ചെയ്ത് ഈ പാർട്ടിയെ പ്രചരണത്തിന് ഉപയോഗിച്ചത് PRD വഴിയാണ്. ആ PRDയിലെ ഫോട്ടോഗ്രാഫർ ആവാനുള്ള യോഗ്യത ഇപ്പോഴും എന്താണെന്ന് അറിയാമോ? 1960 സ്പെഷ്യൽ റൂളാണ്. ആ സ്പെഷ്യൽ റൂളിൽ പറയുന്ന, ഞാൻ അയച്ചു തരാം, നമുക്ക് ചിരി വരും. എന്താ അറിയാമോ? അതായത് പഴയ ക്യാമറയില്ലേ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് വാഷ് ചെയ്യുന്നത്, അങ്ങനെ വാഷ് ചെയ്യാനുള്ള യോഗ്യത വേണം. എഴുത്തും വായനയും അറിയണം. കെമിക്കൽ മിക്സിങ്ങിനെ പറ്റി അറിയണം. ഇതാണ് ഇപ്പോഴും PRDയിലെ ഫോട്ടോഗ്രാഫേഴ്സിനെ നിയമിക്കാനുള്ള യോഗ്യതയായിട്ട് PSC വെച്ചിരിക്കുന്നത്. 1960 സ്പെഷ്യൽ റൂൾസാ. കാലഘട്ടം മാറിയില്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരാൻ പിള്ളേർ വീട്ടിൽ ഇരുന്ന് സംവിധാനം ചെയ്യുന്ന സ്ഥലത്ത് PSC ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു പോകണം. കാരണം ഒത്തിരി വിദ്യാർത്ഥികൾ എന്നോട് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് അനധികൃത നിയമനം നടത്തിയതിന്റെ ഒരുപാട് പരാതികൾ പുതിയ ഗവൺമെന്റ് മുമ്പിലുണ്ട്. അന്വേഷിക്കണം. എന്താണ് KS എന്ന് പറയുന്ന പരീക്ഷ? KS എന്ന് പറയുന്ന പരീക്ഷയിൽ 2022 നിയമനം നേടിയത് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ ഫാക്കൽറ്റികൾക്കാണ് ചോദ്യങ്ങൾ അവിടെ ചോർന്ന് കിട്ടിയത്. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന ആളെ പറ്റി തലേ ദിവസം പഠിച്ച് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനെപ്പറ്റി പൊയ്കയിൽ യോഹന്നാനെ പറ്റി വന്നു. ഇതിനെപ്പറ്റി അന്വേഷിക്കണം. അത് മാത്രമാണോ? DYSP സ്പെഷ്യൽ റൂൾ റിക്രൂട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി PRO, KSന്റെ പ്രത്യേക സ്ഥാപനത്തിൽപ്പെട്ടവർക്ക് നിയമനം, അതുപോലെ തന്നെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇതിങ്ങനെ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളിൽ അനധികൃത നിയമനമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പരാതി പറയുന്നു. പിള്ളേർ ഇതുപോലെ റോഡിലിറങ്ങുന്നു. എനിക്കിപ്പോൾ റോഡിൽ പന്തം കൊളുത്തിയ വിദ്യാർത്ഥികളോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം അവരോട് സഹതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമരം ചെയ്തുകൊണ്ട് ഇവരുടെ ആരുടെയും കണ്ണു തുറക്കാൻ പോകുന്നില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി എന്ന് പറയുന്നതിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് അതൊരു പ്രിവിലേജായി കണ്ടുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും എന്ത് വൃത്തികേടും കാണിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായ PSC മാറി. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ ഭരണഘടനാപരമായ മാറ്റത്തിന് വിധേയമാക്കുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മാധു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ഈ നാട്ടിൽ നിലനിർത്താൻ കഴിയുന്ന PSC എന്ന് പറയുന്ന എന്റെ മാതൃസ്ഥാപനത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്ന നടപടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്താ പറയുക നമ്മുടെ സർക്കാരിന്റെ സതീശൻ സർക്കാരിന്റെ പ്രഥമ പരിഗണന എന്ന് ജിൻഡോട് ഓർമ്മിപ്പിക്കുന്നു. അനിൽകുമാറിനോട് പറയുന്നു, കഴിഞ്ഞ കാലം അത് ചെയ്തു, ഈ കാലം ഇത് ചെയ്യുന്നു, അല്ലാതെ അങ്ങയുടെ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഈ നാട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അടുത്ത അനിൽകുമാർ, ഇപ്പോൾ 2025 ഓഗസ്റ്റ് 12 ഹിന്ദു റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. അതിൽ Union Minister Jayant Chaudhary told Lok Sabha that 205 schools has closed down from 2019 to 1922, 2023-24 എന്നുള്ളതാണ് ആ വാർത്ത. അത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിഷേധിക്കുകയും ചെയ്തു എന്നും ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരം 205 സ്കൂളുകൾ കേരളത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അത് രേഖാപരമാണ്. അവിടെ ഇടത് MP മാരടക്കമുണ്ട്. അവരാരും അതിനെ എതിർത്തിട്ടില്ല. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ എതിർത്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവകാശ ലംഘനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്, മറ്റു പലതുമുണ്ട്. അന്ന് ആരും അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുക പോലും ചെയ്തില്ല. ഇത് സത്യമാണോ, സത്യവിരുദ്ധമാണോ? പച്ചക്കള്ളമാണ്. ഒന്ന്, കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ വിദ്യാലയം പൂട്ടിയതായി ഏതെങ്കിലും പത്രത്തിലൊരു വാർത്ത ഈ 10 കൊല്ലത്തിനിടയ്ക്ക് വന്നു? ഈ കേരളത്തിലെ പ്രതിപക്ഷം ജീവിച്ചിരിപ്പില്ലായിരുന്നു? ഇവരൊക്കെ ജീവിച്ചിരിപ്പില്ലേ മാന്യന്മാർ? ഒരു സർക്കാർ വിദ്യാലയം പൂട്ടിയാൽ അതിൻ്റെ മുന്നിൽ ഇവരിയ്ക്കുകയില്ലേ? നമ്മുടെ നാട്ടിലൊരു ചർച്ച പങ്കെടുത്ത് എന്തും പറയാം, നിലവാരം കെട്ട വർത്തമാനം പറയാം. രാഷ്ട്രീയമായി ഞങ്ങളോട് വിരോധം തീർക്കാൻ 2 ചേട്ടന്മാരെ അപ്പുറം ഇപ്പുറം ഇരുത്തിയല്ലോ മാധു. ഇവിടെ ബഹുമാനപ്പെട്ട വളർമതി പറഞ്ഞ കാര്യം എന്താ? നിയമനമുണ്ട്. പോസ്റ്റ് ഞാൻ പറയട്ടെ തീർക്കാൻ മാധു അനുവദിച്ചു. നിങ്ങൾ രാഷ്ട്രീയ വിരോധം തീർക്കാൻ അനുവദിച്ചു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാം. എന്റെ വാക്ക് എന്റെ സമയത്തല്ല പറയണത്. എന്റെ സമയത്ത് പറയണ കേട്ടോ. എന്റെ സമയത്ത് പറഞ്ഞാൽ കേട്ടോ.
പറയട്ടെ, ചർച്ച പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം കേൾക്കൂ, ദയവായി കേൾക്കൂ. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. വളർമതി ഈ ചർച്ച പറഞ്ഞ കാര്യം എന്താണ്? നിയമനം നടന്നു, PSC എടുത്തവരെയല്ല, അവിടെ നിയമിച്ചത് പ്രൊട്ടക്ഷൻ അധ്യാപകരെയാണ്. ഇതല്ലേ വളർമതി പറഞ്ഞത്? ഇതിവർ കേട്ടില്ലേ? മാധു കേട്ടില്ലേ? ഞാൻ കേട്ടു. അതിലെന്താ? അത് കേട്ട മാധു അത് വരവ് വെക്കാതെ എന്നോട് ചോദിക്കുകയാണ്, എന്നോട് ചോദിപ്പിക്കുകയാണ്. എന്താ ചോദിപ്പിച്ചത്? വേക്കൻസി ഇല്ലാതെ എന്തിനു പരീക്ഷ നടത്തി? ഒരാൾ വാശി പിടിച്ച് ചോദിച്ചല്ലോ. ഈ ചർച്ച തന്നെ പറഞ്ഞത് വേക്കൻസികളൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് ചോദിച്ചത് വേക്കൻസികളില്ലാതെ എന്തിനു പരീക്ഷ നടത്തിയെന്ന്. അത് വളർമതി ചോദിച്ചത് വിദ്യാർത്ഥികൾ വിളിച്ച മുദ്രാവാക്യം എന്റെ സമയം എടുക്കണ്ട. ഈ പരിപാടിക്ക് ഞാനില്ല മാധു, ഈ പരിപാടിക്ക് ഞാനില്ല. നിങ്ങൾ ഇത്തരം പരിപാടിക്ക് നടത്താൻ ഞങ്ങളില്ല. അത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേലയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇവിടെ ഈ ചർച്ചയിൽ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ വേക്കൻസി ഉണ്ട്. 10 കൊല്ലമായിട്ട് പറയാം, ഇനിയും പറയും. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ ചർച്ചയിൽ വളർമതി എന്താ പറഞ്ഞത്? ഒഴിവില്ലെന്നാണോ ഒഴിവുണ്ടെന്നാണോ? ഒഴിവുണ്ട്. അവിടെ പ്രൊട്ടക്ടർ അധ്യാപകരെ നിയമിച്ചു. അങ്ങനെ ഒഴിവുണ്ട് എന്നും പ്രൊട്ടക്ടർ അധ്യാപകരെ നിയമിച്ചു എന്നും പറഞ്ഞൊരു വിഷയം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു വിദ്വാൻ ഇവിടുന്ന് എന്നോട് വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ എന്തിനു പരീക്ഷ നടത്തി? പിന്നെ ഇവരൊക്കെ രാഷ്ട്രീയം അല്ലാണ്ട് എന്നാ കളിക്കുന്നു ഇവിടെ കിടന്ന്? ഞങ്ങൾക്ക് മനസ്സിലാകാത്തതാ. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അങ്ങനെ ചോദിക്കുന്നത് ഞാൻ മറുപടി പറയണോ വേണ്ടയോ? ഞാൻ പറയട്ടെ, ഞാൻ എന്റെ മറുപടി പറയട്ടെ. എന്റെ മറുപടിക്കല്ലേ ഞാൻ ഇരിക്കണം. നിങ്ങളെന്തിനാ വിഷമിക്കണത്? ചർച്ചയ്ക്ക് വിളിച്ചാൽ മറുപടി കേൾക്കണം. അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യം കോൺഗ്രസ് പകുതിയോട്, 10 കൊല്ലത്തിനിടയ്ക്ക് പൂട്ടിപ്പോയൊരു സർക്കാർ സ്കൂളിന്റെ പേര് പറ, ചുണയുണ്ടെങ്കിൽ. ഞാൻ പറയട്ടെ മാധു, അത് ഇങ്ങോട്ട് പറ. കേരളത്തിലല്ലേ ജീവിച്ചത്? ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ, എന്റെ സമയം എന്റെ സമയത്ത് ഞാൻ കൊണ്ട് പറയാം. നിങ്ങളുടെ സമയത്ത് പറഞ്ഞില്ലല്ലോ. ഇതുവരെ കേട്ടിട്ടില്ല ഒരു പേരും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട വളർമതി പറഞ്ഞു. എന്താ വളർമതി പറഞ്ഞത്? അവിടെ നിയമനം നടന്നു. മാധു അത് എടുത്ത് കോട്ട് ചെയ്തിട്ട് പറഞ്ഞു 2% നിയമനമാണ് നടന്നത്. അപ്പോൾ ഒഴിവില്ലായിരുന്നോ? ഒഴിവുള്ളപ്പോൾ ആ ഒഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പരീക്ഷ നടത്തിയത്? ആ PSC എന്തിനാ പരീക്ഷ നടത്തിയത്? അടുത്ത ചോദ്യം, ഒഴിവുണ്ടായിട്ടാണ് പരീക്ഷ നടത്തിയത്. മൂന്നാമത്തത്, പ്രതീക്ഷിച്ച ഒഴിവ് വന്നില്ല. അതാ പ്രശ്നം. ആ പ്രശ്നം ഈ ചർച്ചയിൽ ഉയർന്നു വന്നു. ആ പ്രതീക്ഷിച്ച ഒഴിവ് വരാത്തതിന് കാരണം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് വരുന്നിട്ടുള്ള പ്രൊട്ടക്റ്റഡ് അധ്യാപകർ. അത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയതാണ്. വിമോചന സമരത്തിലൂടെ EMS സർക്കാരിനെ പുറത്താക്കിയിട്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് അത് നിങ്ങളൊക്കെ ചുവന്നാ മതി, ഞങ്ങൾക്ക് എടുക്കാൻ സൗകര്യപ്പെടുകയല്ല. നാലാമത്തത്, PSCയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കെട്ടുകഥകളാ. ഞാൻ പറയട്ടെ PSC ചെയർമാനെ ചോദ്യം ചെയ്തോ? ഞാൻ കേട്ടില്ല കേട്ടോ. ഒരു PSC ചെയർമാനെ ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ മാധു ഒരു വിദഗ്ധനെ കൊണ്ട് അവതരിപ്പിച്ചല്ലോ. വിദഗ്ധൻ പറയുന്നത് എന്താണ്? പൊയ്കയിൽ കുമാര ഗുരുദേവനെ കുറിച്ചുള്ള ചോദ്യം വരുമെന്ന് പറഞ്ഞു. PSC പഠിക്കുന്ന പിള്ളേർ പൊയ്കയിൽ കുമാര ഗുരുദേവനെ പഠിക്കാതെ എന്ത് നവോത്ഥാനം പഠിക്കാനാ കേരളത്തിൽ? അങ്ങനെ ചോദ്യം PSCക്ക് വന്ന ഉടനെ PSC പരീക്ഷ റദ്ദാക്കുന്ന ഉപദേശം കൊടുക്കുന്ന അധ്യാപകരെ നിയമിച്ചു. അതിൽ 50-50 എന്ന അനുപാതം പോലും പാലിക്കാതെ മുഴുവനുമായി അവരെ നിയമിച്ചു എന്നുള്ളതാണ്. അങ്ങയുടെ സമയം ഞാൻ ഇടപെടാതെ അങ്ങയുടെ ആവശ്യപ്രകാരം നിന്നു. അങ്ങ് പരിഭവിക്കും, ഈ പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങയുടെ സമയം എല്ലാവർക്കും നൽകിയതുപോലെ തന്നെ ഞാൻ ആ സമയം മുഴുവനും നിന്നു. ഞങ്ങൾ ഈ പരിപാടിക്ക് വരാൻ ഒരു നിർബന്ധമില്ല. അതിന് കാരണം ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ നയം പറയാം. ഒരു നിർബന്ധവും ഞങ്ങൾക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തലയുയർത്തി നാട്ടിൽ നിന്നുകൊണ്ട് പറയുകയാണ്, 10 കൊല്ലക്കാലം അഭിമാനപൂർവ്വം ഞങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങൾക്കെതിരെ നുണ പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ഞങ്ങളെ തോപ്പിച്ചു. നിങ്ങൾക്ക് അഭിമാനമുണ്ടായി, അവർ അഭിമാനമില്ലാതെ തെരുവിൽ നിൽക്കുകയാണ്. വ്യാമോഹം കൊടുത്ത് ഞങ്ങൾ തോപ്പിച്ചു. അതെ, വ്യാമോഹം കൊടുത്ത് അവരെ കളവ് പറഞ്ഞ് പറ്റിച്ചു. ചെറുപ്പക്കാരെ പറ്റിച്ച പോലെ ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞിട്ട് പാവപ്പെട്ട സ്ത്രീകൾക്കെല്ലാം KSRTCയിൽ തീർത്ഥയാത്ര പോകാമെന്ന് പറഞ്ഞ് പറ്റിച്ച പോലെ കേരളം മുഴുവൻ മനുഷ്യനെ പറ്റിച്ചൊരു മുഖ്യമന്ത്രി ഉണ്ടായി, UDF ഉണ്ടായി. ആ പറ്റിക്കപ്പെട്ടവരിൽ ഓരോരുത്തരും വഴിയിലേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ പ്രതിനിധിയാണ് വളർമതി.
അതിന്റെ സർ, വളർമതി ഇവിടെ നിന്ന് പറഞ്ഞത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുണ്ടായില്ല, ഈ സർക്കാരിന്റെ കാലത്തും ഇല്ല എന്നതാണ്. അത് മുഴുവനുമായി ഈ സർക്കാരിന്റെ കാലത്തോ മുഴുവനുമായും കഴിഞ്ഞ സർക്കാരിന്റെ പിടലിലോ വെക്കാൻ കഴിയില്ല. അതിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ മറുപടി പറയും. അവരുടെ ഉത്തരവാദിത്വം ഞാൻ അവരോട് ചോദിക്കുന്നില്ല, അവരതിന് മറുപടി പറയും. ഡോക്ടർ ജിൻഡോ ജോൺ ഒരൊറ്റ സ്കൂളിന്റെ പേര് പറയാൻ കഴിയുമോ എന്നാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ വെല്ലുവിളിച്ചത്. എനിക്ക് ചർച്ച അവസാനിക്കണം. അങ്ങയുടെ കയ്യിലുണ്ട്. ഞാൻ പറയാം മാധു. കണ്ണൂർ ജില്ലയിൽ 8 സ്കൂളുകൾ പൂട്ടിപ്പോയി. അതിൽ 3 മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയിൽ പൂട്ടിപ്പോയി 8 സ്കൂളുകളിൽ 3 മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിൽ അണ്ടല്ലൂർ JPS സ്കൂൾ, മേലൂർ JPS, പാലയാട് LPS. ജോൺ ബ്രിട്ടാസ് ഫെബ്രുവരി 4-ാം തീയതി പോസ്റ്റ് ചെയ്ത പോസ്റ്റ് വായിക്കണം അനിൽകുമാർ. ഓഗസ്റ്റ് 12-ാം തീയതി ഹിന്ദുവിലും അതേ ദിവസം തന്നെ മനോരമ പത്രത്തിലും വന്ന വാർത്തകളും വായിക്കണം. ദേശാഭിമാനി മാത്രം വായിച്ചാൽ പോരാ. ശരി, എന്റെ ചർച്ച പൂർണ്ണമായും പൂർത്തിയാകുകയാണ്. അനിൽകുമാർ ചോദിച്ചതിന് ഡോക്ടർ ജിൻഡോ ജോൺ മറുപടി പറയുകയും ചെയ്തു. ഇതിന് മറുപടി ഉണ്ടെങ്കിൽ അങ്ങ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം, ഞാൻ വാർത്ത കൊടുക്കും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. ബഹിരാകാശം താണ്ടുന്ന ആദ്യ മലയാളിയാകാൻ അനിൽ മേനൻ. റഷ്യൻ നിർമ്മിത സോയൂസ് പേടകത്തിന്റെ ചരിത്രയാത്ര ഉടൻ. വിക്ഷേപണം 8:17. Debate with Madhu Saji.